UDF വാഗ്ദാനമായ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് കടന്ന് KSRTC. യാത്രക്കാർക്ക് ജെൻഡർ രേഖപ്പെടുത്തിയുള്ള ടിക്കറ്റ് നൽകി തുടങ്ങി. സൗജന്യ യാത്ര നടപ്പിലാക്കാനുള്ള തീരുമാനത്തെ വനിതാ യാത്രക്കാർ സ്വാഗതം ചെയ്തു. ഇന്ന് മുതൽ ഞങ്ങൾക്ക് ജെൻഡർ ടിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് മെയിൽ ഫീമെയിൽ എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മെയിലാണെങ്കിൽ നമ്മൾ മെയിലിന് കൊടുക്കും, ഫീമെയിൽ ആകുമ്പോൾ ഇപ്പം നിലവിൽ ക്യാഷ് ഉണ്ട്. അതിന് ഓർഡർ വന്നതിന് ശേഷം ക്യാഷ് ഇല്ലാത്ത ടിക്കറ്റ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്യുന്ന UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിലേക്കുള്ള KSRTCയുടെ ആദ്യ ചുവടുവയ്പ്പാണ് ജെൻഡർ ടിക്കറ്റ്. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യമാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. സൗജന്യയാത്ര നല്ലതാണ്. വിജയിക്കും കൊടുക്കേണ്ട സന്തോഷം അങ്ങനെ പ്രാവർത്തികമാക്കിയാൽ മതി. സന്തോഷമാണ്. ശരാശരി എത്ര സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുന്നുവെന്ന് കണ്ടെത്തുന്നതിന് ഇതുവഴി സാധിക്കും. സാങ്കേതിക മാറ്റങ്ങൾ പരിചയപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് IT വിഭാഗം അടിയന്തര പരിശീലനവും നൽകും. ഓരോ ഡിപ്പോയിലെയും യൂണിറ്റ് ഓഫീസർമാരായിരിക്കും ഇതിന് മേൽനോട്ടം വഹിക്കുക. UDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കുന്നതിലൂടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കണക്കാക്കാനാണ് വിവരശേഖരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.